ഹായ്, നമസ്കാരം. ഇന്ന് എറണാകുളം എളമക്കരയിലാണ് നമ്മളുള്ളത്. ജെമോടെക് എന്നൊരു സ്ഥാപനത്തിലാണ്. ഇന്നത്തെ ഗസ്റ്റ് ഡാനിയലിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇത് ശരിക്കും പ്രോപ്പർ സ്ഥലം എവിടെയാണത്? ഈ ജെമോടെക് താണിക്കൽ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ട് തന്നെ അല്ലേ സാർ? ഇതിൻ്റെ ഈ പ്രോപ്പർ സ്ഥലം ഒന്ന് വിശദമായിട്ടൊക്കെ പറയാം. ഇത് എളമക്കര താണിക്കൽ ജംഗ്ഷൻ, താണിക്കൽ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഈ സ്ഥാപനമുള്ളത്. അതിൻ്റെ പേര് ജെമോടെക്. എത്ര വർഷമായി ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട്? 38 വർഷമായി. ആദ്യം എന്തായിരുന്നു സാർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ? ഇല്ല, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി പോയി. ഞാൻ എൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. വന്നിട്ട് ഇപ്പോൾ ടെക്നിക്കൽ വശം ഓൾറെഡി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനം നിലച്ചുപോയി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ സ്വന്തം സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു ഇൻഡസ്ട്രി ആരംഭിച്ചു. അപ്പം എന്തൊക്കെയാണ് നമ്മളെ ഇവിടെയുള്ള മാനുഫാക്ചറിങ്? ഓൾ കൈൻഡ്സ് ഓഫ് ഫർണിച്ചർ ഒരുപാട് ഓളിയുണ്ട്. ഓളിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമറിന് എന്താണ് ആവശ്യം അതനുസരിച്ച് നമ്മൾ സാധനം ഇവിടെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നു. മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നാലും ഒരു ലിസ്റ്റിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, സ്ഥിരമായിട്ട് ഉള്ള ഒരു എൻക്വയറീസ് ഉണ്ടാവും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു വീടിന് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് എന്താണ് ആവശ്യം, അതിന് വേണ്ട ഫർണിച്ചർ എന്താണ് ആവശ്യം, അവരാവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ കൊടുക്കുന്നത്. നമ്മളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ വാർഡ്രോബുകൾ വേണം, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ കോട്ട് വേണം, ഹെഡ് സൈഡ് ലോക്കർ വേണം, അങ്ങനെ പല, ഒരു ക്ലാസ് റൂം ആണെന്നുണ്ടെങ്കിൽ റൈറ്റും കാർഡുള്ള ചെയർ, ജപ്പേഷൻ ചെയർ എന്ന് പറയുന്നത്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. അവർ ഇങ്ങനെ വേണോ, കസ്റ്റമർ ഒന്ന് ഏത് രീതിയിൽ അത് വേണം, അതുപോലെ നമ്മൾ ഉണ്ടായി കൊടുക്കും. അതായത് കസ്റ്റമറുടെ എന്താണ് ആവശ്യപ്പെടുന്ന അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വർക്കാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ബിസിനസ്സാണ്. അപ്പോൾ അതിനകത്തുനിന്ന് അവർ നമ്മൾക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വേണമെന്ന് സാധനങ്ങൾ എന്നെ വീട്ടിലായിരിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഓർഡർ കിട്ടും, നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. അതെ. കൂടുതലും ഗവൺമെൻറ്റിനാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത് നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ് ഇവിടെ നമ്മുടെ സിറ്റിയിൽ മാത്രമുള്ള ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് ഏജൻസി ഉണ്ട്. ഗവൺമെൻറ് കേരള സിഡ്കോ, കേരള ആർട്ടിസൻസ്, പിന്നെ ആർട്ട്കോ, അങ്ങനെ പിന്നെ FIT, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. സിൽക്ക് സെയിൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ മുഖാന്തരം ടെൻഡർ ചെയ്യണമെങ്കിൽ അവർക്ക് ടെൻഡർ ഇല്ലാണ്ട് സാധനം എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കും. പിന്നെ അവരാണ് അതിന് ഓൾറെഡി ബില്ല് ചെയ്യുന്നതല്ല, അവർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് വരും. ഓക്കെ. അത് നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ സപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. കൂടുതലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ വർക്കുകളാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ ഉണ്ടോ? ഹോൾസെയിൽ ഗവൺമെന്റിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വോളിയം ബിസിനസ് ആയിരിക്കും. എപ്പോഴും അങ്ങനെ 4 ലക്ഷം, 5 ലക്ഷം, അങ്ങനെ 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, അങ്ങനെ വോളിയം ബിസിനസ്. റീറ്റെയിൽ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെന്ന് ലിമിറ്റ് ഉണ്ട്. കാരണം അവർക്ക് ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ ആവശ്യക്കാർ വോളിയം കുറവായിരിക്കും. എനിക്ക് എൻ്റെ ഇതിൽ ഒരു ഓഫീസ് വാങ്ങാൻ മേശ, കസേര, ഫയൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്രയുള്ള ലിമിറ്റ് സാധനങ്ങൾ മാത്രം, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അത് ഇപ്പം ഈ ഒരു എത്ര പണിക്കാരുണ്ട് നമ്മളെ? ഇവിടെ എനിക്ക് 15 പേര്. ഇത് കൂടാതെ ഇതിന് അനുബന്ധമായിട്ട് എനിക്കൊരു എഞ്ചിനീയർ വർക്ക്ഷോപ്പ് അപ്പുറത്തുണ്ട്. ആണല്ലേ? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ വർക്ക്ഷോപ്പ് അപ്പുറത്തുണ്ട്. അതിനകത്തൊരു 10-22 പേര് ജോലി ചെയ്യും. അതല്ലേ, ടോട്ടലി ഇപ്പം ഒരു 10-30 പേരോളം ഉണ്ടാവും. അതിൽ കൂടുതലാണ് അല്ലേ? പിന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏത് സ്ഥാപനത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാരാണ് അല്ലേ? എത്രത്തോളമാണ് അവരുടെ സപ്പോർട്ട്? 35 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ. ആ ഒരു അല്ലേ, അത് സാറിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, മനസ്സിന് സന്തോഷമാണ് അല്ലേ? നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ കുടുംബം പോലെയാണ് അല്ലേ?
അല്ല ആ ഒരു അവരുടെ സർവീസ് മിനിമം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വർഷമൊക്കെ തുടങ്ങി അടുത്ത് തന്നെ അവരൊക്കെ വന്ന ആൾക്കാരാണ് അവരിപ്പം കൂടുതൽ. അതാണ് ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമാണ്. അതായത് ഇത്രയും കുടുംബങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലേ ഈ ഒരു കമ്പനി കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ ഇതിപ്പോൾ 30 വർഷമായെന്ന് പറഞ്ഞു. 38 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ നീണ്ട കാലയളവ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു മനസ്സിൽ തോന്നാൻ ഒരു ഐഡിയ തോന്നാനെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ജോലിയുടെ സ്ഥാപനം നിർത്തിപ്പോയി. അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ സ്വന്തം ജോലി അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് ജോലി വേണം. അങ്ങനെ ഞാനത് സ്വന്തമായിട്ട് ചെയ്താൽ എനിക്ക് അവൻ്റെ സ്വന്തം സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഇൻഡസ്ട്രി അങ്ങനെ ഒരു ബിൽഡിംഗ് അങ്ങനെ അതിനകത്ത് ഞങ്ങൾ പഠിച്ച് ചെറുതായി സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇതിനകത്ത് 25,000 രൂപ ലോൺ എടുത്ത് തുടങ്ങിയൊരു സ്ഥാപനമാണ് SSI. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിപ്പോൾ ലോൺ വേണമെന്ന് ഇത് വേണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് ചോദിച്ചാൽ കപ്പാസിറ്റി ആയി. അതുകൊണ്ടിട്ട് പിന്നെ നമുക്ക് അതിന്റെ കൂടുതൽ ലോൺ എടുത്തു അങ്ങനെയുള്ള ഇതിനകത്തുനിന്ന് സീറോനകത്ത് തുടങ്ങി ഉയർന്നു വന്നതാണ്. അല്ല അത് അന്നത്തെ ശരിക്കും പറഞ്ഞ ആ ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അല്ലേ നമ്മൾ താഴത്തേക്ക് പോയില്ല. അതായത് ഈ മേലേട്ട് പോകലുണ്ട്. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ബിസിനസ് ആണുള്ളത്? ഇവിടെ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ വർക്ക്ഷോപ്പ് ഉണ്ട്. അതായത് നമ്മളുടെ ഓടിക്കുന്ന കാറ്, ബസ്, ട്രക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ജനറേറ്റർ അങ്ങനെയുള്ള എഞ്ചിനൊക്കെ അതിൻ്റെ ഇഞ്ചിൻ മാത്രം എടുത്തിട്ട് നമ്മൾ അതായത് ഒരു ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ അതിലേക്ക് അതിനകത്ത് റേഡിയേറ്ററിൽ വെള്ളം ഇല്ലാണ്ട് വണ്ടി ഓടി കഴിഞ്ഞ് ഇഞ്ചിൻ പിടിക്കും. അപ്പോൾ ആ ഇഞ്ചിൻ മാത്രം ഇവിടെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇവിടെ PSN അങ്ങനെ മറ്റുള്ള ഈ ഡീലർ മോട്ടോർ വെഹിക്കിൾ ഡീൽ ചെയ്യുന്ന കമ്പനികൾ തന്നെ അവിടെ ഇഞ്ചിൻ അഴിച്ചിട്ട് അവിടെ ഇഞ്ചിൻ മാത്രം ഇവിടെ കൊണ്ടുവന്നാണ്. അതവിടെ നമ്മൾ മെഷീനിൽ നമ്മൾ ഓരോ ക്രാങ്ക് ഗ്രൈൻഡർ, ലൈൻ ബോറിങ്, മറ്റേ ഇത് അങ്ങനെ അങ്ങനെ പൊസിഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെഷീനറികളിൽ കൂടി അത് കടന്നുപോയി അവിടുത്തെ ഇത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പാർട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും വണ്ടി കൊണ്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഞ്ചിൻ അത് ഫുൾ വർക്ക് ചെയ്ത് സാധനം കൊണ്ടുപോകാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫീൽഡിലാണല്ലോ ഫസ്റ്റ് കൈവച്ചത്. പിന്നെ ഈ മറ്റേ ഓട്ടോമൊബൈലിലേക്ക് പോകാനായിട്ടുള്ള പോകാനായിട്ട് എൻ്റെ ഫ്രണ്ട് അവനിതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പേര് കേട്ട ായിരുന്നു. അപ്പോൾ അതും അവിടെ പോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഇതൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് അവനല്ല ഞാനാ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞു ഇവിടെ നോക്കി തുടങ്ങുന്നതാണ്. ഈ ഇൻട്രസ്റ്റ് ആദ്യം പെരുമ്പാവൂരുണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ അത് വാടക കെട്ടിടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേറ്റീവ് സ്ഥലത്തിനകത്ത് ഒരുപാട് ടെക്നീഷ്യന്മാർ ഓരോ പിന്നെ സെക്ഷൻ വർക്കുന്ന ക്രാങ്ക് എൻജിങ്, ലൈൻ ബോറിങ് അങ്ങനെ ഓരോരോ ടെക്നീഷ്യന്മാരാണ്. അപ്പോൾ ഇതെല്ലാം അവർ എറണാകുളത്ത് നിന്നുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ. അവിടെ പെരുമ്പാവൂർ പോലെ ഇവർ ഇത് ചെയ്യുന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാനിവിടെ ബിൽഡിംഗ് വേണത് ആ ബിൽഡിങ്ങിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെയാണ് ഒരു 10-20 വർഷമായിട്ട് അതും തുടങ്ങിയിട്ട് 10-28 വർഷമായി. അപ്പോൾ ഈ സ്ഥാപനം ഇങ്ങോട്ട് മാറ്റിയിട്ട് 20 വർഷം കഴിഞ്ഞു. ഇവിടെ എറണാകുളത്ത് ഈ ലൊക്കേഷനിൽ അടുത്ത കോമ്പൗണ്ടിലാണ് എഞ്ചിനീയറിംഗ് ബിൽഡിംഗ്. പക്ഷേ സാറിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു ഫീൽഡ് കൈവച്ചിട്ട് പക്ഷേ എഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഓരോ കാര്യങ്ങൾ വൺ ബൈ പറയുമ്പോൾ അതിനകത്തും നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് സംസാരിക്കുന്നത്. എൻ്റെ പോലെ തന്നെ ഒന്നിച്ച് പഠിച്ച ആൾ, ഒന്നിച്ച് ജീവിച്ച ആൾ, അവന് ആ ട്രെയിൻ ഞാൻ ഫർണിച്ചർ ട്രെയിനിലാണ് ടെക്നീഷ്യൻ, അവൻ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് അവൻ ഇതെടുത്തത്. അപ്പോൾ അവനാണ് അതിനകത്ത് അവന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവന് ആ സ്ഥാപനം അതും വലുതായിട്ട് പിന്നെ അത്ര ആൾക്കാരും ജോലിക്കാരൊക്കെ ആയിട്ട് അത് മാറും. അല്ല അപ്പം ഞാൻ ചോദിക്കണത് ഇപ്പം സ്റ്റീലും വുഡും ഉണ്ടല്ലോ നമുക്ക് അല്ലേ? സ്റ്റീലുണ്ട്, വുഡുണ്ട്, ലാമിനേറ്റ് ബോർഡ് ഉണ്ട്, പല വിധത്തിലുള്ള. അതെന്തൊക്കെയാണ് നമ്മളെ എല്ലാ ഒരു ജസ്റ്റ് അല്ല പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇതിനെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഫർണിച്ചറിന്റെ വോളിയം കൂടുതലാണ്. അതൊരിക്കലും നമ്മൾക്ക് പറഞ്ഞാൽ തീരില്ല. നമുക്ക് ഇത് ലിമിറ്റ് പറയാൻ പറ്റില്ല. ഒരുപാട് വോളിയുള്ള സാധനമാണ്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മളിപ്പോ വുഡ് ആണെങ്കിൽ വുഡ്, സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ, സ്റ്റൈൻലെസ് സ്റ്റീൽ ആണെങ്കിൽ സ്റ്റൈൻലെസ് സ്റ്റീൽ, ഏത് വിധത്തിലുള്ള പിന്നെ പാർട്ടിക്കിൾ ബോർഡ് ആണെങ്കിൽ പാർട്ടിക്കിൾ ബോർഡ്, MDF ആണെങ്കിൽ MDF, അതനുസരിച്ചിട്ട് ആൾക്കാരുടെ റിക്വയർമെന്റ് എന്താണ് അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മള് കസ്റ്റമറുടെ ആവശ്യാനുസരണം അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും 38 വർഷമായി അല്ലേ? അല്ല പല മേഖലയിൽ കൂടി അതായത് കഷ്ടപ്പാടിൽ നിന്ന് അങ്ങനെ കയറി വന്ന ഒരു വ്യക്തിയാണ് ഡാനിയൽ സാറ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും ശരിക്കും പറഞ്ഞാൽ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താ? മെഡിക്കൽ ഷോപ്പ് അവിടെ ഫ്രണ്ടിലുണ്ട്, പിന്നെ ഇപ്പുറത്തെ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ ഓരോ കൂടുതലായിട്ട് പ്രായം അല്ലെങ്കിൽ പ്രായങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ. എന്നാലും ഇപ്പൊ വേറെ ഒന്നല്ല, നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത് അല്ലേ?
നമ്മൾ കുറേ നമ്മൾ എന്താ പറയുക ഈ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ നല്ലതായിട്ട് കൊടുക്കുക. അതെ, ഒന്നാമത് നമ്മുടെ ബിസിനസ് ലോക്കൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത് ആണ്. ഒരാൾ അവിടെ പോയി എടുത്തോട്ടെ സാധനം, അതെ അതെ, ഒരാൾ വന്ന് ഒരു സാധനം എടുത്തു, അത് ആ താണിക്കൽ ജഗോട്ടൊക്കെ ഉണ്ട്, അവിടെ പോയി എടുത്തോട്ടെ. അത് ക്വാളിറ്റിയിലും കാര്യത്തിലും നമ്മൾ അത് കഴിഞ്ഞിട്ട് അനന്തര സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തും എത്തൊരു പറഞ്ഞേക്കാണ്, നമ്മളങ്ങനെ എവിടെ നിന്ന് മേടിച്ചാണെന്ന് നമ്മൾ നോക്കില്ല, ആ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും. അതിൻ്റെ ലോക്ക് കംപ്ലൈൻ്റ് ആയി അല്ലെങ്കിൽ വേറൊരു സാധനം കംപ്ലൈൻ്റ് ആയി, നമ്മൾ ഇവിടെ നിന്ന് ആളെ വിട്ട് ഇവിടെ നിന്ന് മേടിക്കണമെന്നില്ല. കാരണം അവർക്ക് ആ അന്നേരമാണ് നമ്മളോട് സ്നേഹം കൊടുക്കുന്നത്. അപ്പോൾ അവന് അടുത്തൊരു ഓർഡർ ഉണ്ടെങ്കിൽ ആ ഓർഡർ നമുക്ക് തരും. അതാണ് നമ്മൾ. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന കാര്യമാണ്, ഈ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഏറ്റവും വലിയ വിജയം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം സർവീസായി ഇവിടെ ജോലി ഇതുപോലെ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങി അവർക്കുള്ള അഡ്വൈസ് കൊടുക്കുക, മനസ്സിലായി, അവരെ സഹായിക്കണം നമ്മൾ. അവർക്കും നമ്മൾ അങ്ങനെ ഒരു പണിക്കാരനായാലും ജോലിക്കാരൻ ട്രേഡ് പഠിച്ച് നമ്മൾ ഉണ്ടായിട്ട് ഒരു സ്ഥാപനം തുടങ്ങി നമ്മൾ എത്ര വലുതായി പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി എടുക്കാൻ അങ്ങനെ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള അഡ്വൈസും അല്ലെങ്കിൽ വേറെ നമ്മുടെ അതിനകത്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും. അഡ്വൈസ് ആണെങ്കിൽ അതൊരു നല്ലൊരു മനസ്സായിരിക്കട്ടെ. അത് മറ്റ് അല്ല, നമ്മളിപ്പോൾ പല ഇൻ്റർവ്യൂസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു നല്ലൊരു വാക്ക്, അതായത് ഇങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നത്. പിന്നെ അതെങ്കിൽ ഓരോ ജോലിക്കാരും ചിലത് എന്താ പറയുക അവിടെ ഇങ്ങനെ തല്ലിപ്പിടിഞ്ഞ് പോകുമ്പോഴാണ് ഒന്നും രക്ഷപ്പെടാതെ പോകുന്നത്, അല്ലേ? പിന്നെ ധന്യ സാറേ, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഈ ഐറ്റംസിനെ, ഇപ്പോൾ വുഡാണെങ്കിലും ആയിക്കോട്ടെ, ഈ പറഞ്ഞ പോലെ സ്റ്റീലായിക്കോട്ടെ, ഇതിനൊക്കെ ഗ്യാരണ്ടി എങ്ങനെയാണ്? ഗ്യാരണ്ടി എന്നുള്ളത് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നുള്ള കാലം ആ സ്ഥാനത്തിന് ഗ്യാരണ്ടിയാണ്. സ്ഥാപനം നടത്തുന്നോടത്തോളം കാലം, അതായത് 38 വർഷത്തിന് മുമ്പ് ഒരു സാധനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ എപ്പോഴും വന്നിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഹൈലൈറ്റ്, അല്ലേ? ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഡാനിയൽ സാർ പറഞ്ഞ പോലെ വേറെ കമ്പനിയുടെ ആണെങ്കിലും വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചാലും നമ്മളത് ചെയ്തു കൊടുക്കും, അല്ലേ? അല്ല, സർവീസ്, അതെ, അതായത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിരിക്കണം അല്ലാത്തത്, അല്ലേ? അത് സർവീസ് ചാർജ് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു സംഗതി, ഇവിടുത്തെ നമ്മൾക്ക് മെറ്റീരിയലിൻ്റെ കാര്യം അല്ലെ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞാൽ തീരില്ല. അതുപോലത്തെയുള്ള ഓളിയോള ഫർണിച്ചർ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ പുതിയ മോഡലുകളാണല്ലോ ഇറങ്ങണത്, ഇപ്പോൾ പുതിയ ട്രെൻഡിലാണല്ലോ വരുന്നത്. അത് ഏത് ടൈപ്പ് ഒക്കെയാണ് വരുന്നത്? ശരിക്കും സ്റ്റീലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാരണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അതേസമയം നമ്മളിപ്പോൾ ഈ മൾട്ടിവുഡ്, പിന്നെ പാർട്ടിക്കിൾ ബോർഡ്, MDF എന്ന് പറയുന്നത്, അതായത് മാർക്കറ്റിൽ ഭയങ്കര ഈ സാധനങ്ങൾക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരാൾ 10 രൂപ കുറച്ച് ഒരു കടക്കാരൻ വിറ്റുകഴിഞ്ഞാൽ നമ്മൾ ആ കടയിലോട്ട് പോയി സാധനം മേടിക്കാൻ പോകും. പക്ഷേ അത് കൊണ്ടിട്ട് അവർക്ക് ക്വാളിറ്റി കീപ്പ് ചെയ്യാനും പറ്റുന്നില്ല, കാരണം ഈ മാർക്കറ്റിൽ കോമ്പറ്റീവ് ആയതുകൊണ്ട്. പക്ഷെ ആ സാധനങ്ങളാണ് കൂടുതൽ ഡാമേജ് ആവുള്ളൂ. അതായത് കാണാൻ ഭംഗിയായിരിക്കും ഈ യൂസിങ്ങിൽ. അതായത് ഞാൻ ലൈഫ് ഉണ്ടാവില്ല. ജോലിയുടെ സമയത്ത് വാങ്ങിച്ച ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു 40 വർഷം പഴക്കമുള്ള അലമാരി ഇപ്പോഴും ഫ്രഷോടുകൂടി എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട്. അതാണ് എനിക്ക് സ്റ്റീലിനെ കുറിച്ച് ഗ്യാരണ്ടി ഇതാണ്. സ്റ്റീലെന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല കംപ്ലൈൻറ്റും വരില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കാണാൻ ഷോ ആയിരിക്കും ഇത്. പക്ഷേ സാധനം യൂസിങ്ങിൽ അതിന് ക്വാളിറ്റി പറയാനായിട്ട് കുറേ കഴിയുമ്പോൾ മഴ പെയ്ത് അതിൻ്റെ ഈർപ്പം തന്നെ അബ്സോർവ് ചെയ്യും. MDF, പാർട്ടിക്കിൾ ബോർഡ് എന്ന സാധനമൊക്കെ അബ്സോർവ് ചെയ്യും. കുറേ കഴിയുമ്പോൾ അത് ബെൻഡാകുക, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇതായിട്ട് പോകും, കൂടുതൽ കംപ്ലൈൻറ്റ് വരണം. പിന്നെ ധന്യ സാറേ, ഇപ്പം ന്യൂജൻ ഇതാണല്ലോ, ഇപ്പോൾ ന്യൂജനാണല്ലോ ഇപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ്? അറിയാൻ പാടാതെ പ്രസ്ഥാനം തുടങ്ങരുത്. അറിവുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് കൈയോട്ടാൻ പാടുള്ളൂ. അല്ലാണ്ട് എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ വിജയിക്കണമെന്നില്ല. ആ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്താണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ പക്കയായിരിക്കണം. അല്ല, ഞാൻ തുടങ്ങാൻ പോകുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. അവർ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ ആ പ്രസ്ഥാനം അവർക്ക് അഡ്വൈസ് ഉണ്ടാകാം, നമുക്ക് അത് തുടങ്ങാം, അല്ലെങ്കിൽ കുറച്ച് മറ്റത് തുടങ്ങാം, വേറെ ഒരു ഇത് തുടങ്ങാം. അതുകൊണ്ട് വിജയിക്കണമെന്നില്ല. അതേപോലെ ശരിക്കും വ്യാഹ്യം ഉണ്ടാവണം. അത് ഇന്ന വിധത്തിൽ പോയാലും ശരിയാകുന്നില്ല. ഇപ്പോൾ പഴയ പോലെ കഷ്ടപ്പാടുള്ള ഇപ്പോൾ കുറേ ഫാദർമാരുടെ അടുത്ത് വയസ്സുണ്ടാവും, ആ മോനെ പഠിച്ചു കഴിയുമ്പോൾ നിനക്കത് എന്താ അങ്ങനെ ഫാദറെ അത് നമുക്ക് എന്താ ചെയ്യാതെ കുറേ പൈസ ഞാൻ കണ്ടേക്കുന്നത് പല സ്ഥാപനങ്ങളും നശിക്കാൻ കണ്ടത്. അതാ പറഞ്ഞത്, അറിയാൻ പാടില്ലാത്ത ബിസിനസ് പോയി ചെയ്യരുത് ഒരിക്കലും. അതാണ് ഡാനിയൽ സാറിന് പറയാനുള്ളത്. അപ്പോൾ ഇത്ര നേരം നമുക്ക് ചിലവഴിച്ചാൽ വളരെ നന്ദി.